ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇടിയപ്പം ആയിരുന്നു. ഇടിയപ്പം നൂൽപുട്ടെന്നൊക്കെ പറയും കേട്ടോ ചില സ്ഥലത്ത്. നമ്മൾ ഇടിയപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി ഈ സംഭവം ഉണ്ടാക്കിയിട്ട്. അപ്പം അത് മതിയെന്ന് പൊന്നു പറഞ്ഞുകൊണ്ട് അത് ഉണ്ടാക്കി. പൊന്നുകൂടെ അച്ഛൻ ജോലിക്ക് പോകുന്നത് വലിയ സങ്കടമാണ് കേട്ടോ. അവളെ എടുത്തോണ്ട് നടക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. അച്ഛൻ അപ്പം വാങ്ങിക്കൊണ്ട് വരാന്ന് പറയാന്നേ, അപ്പം വേണ്ട അച്ഛൻ പോകണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത ആള് പോയി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നല്ല സങ്കടത്തിലങ്ങനെ നിൽക്കുകയാണ്. പൊന്നുവാണെങ്കിൽ സൺഡേ ആവാൻ കാത്തിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ നിൽക്കുമല്ലോ. അച്ഛൻ നിൽക്കുന്ന കേൾക്കട്ടെ. അന്നത്തെ ദിവസം നേരത്തെ എഴുന്നേക്കും. 5:45 ആൾ എഴുന്നേറ്റ് കുത്തിയിരിക്കും കേട്ടോ. കരയൊന്നുമില്ല പൊന്നുകുട്ടൻ. ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെ നോക്കി നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കൂടെ കൂടി കൂടി അങ്ങനെ അടുത്ത അക്രമവും ബഹളവും ഒക്കെ തുടങ്ങും. ഇന്ന് പരിസ്ഥിതി ദിനമായതുകൊണ്ട് നമ്മൾ ഇന്ന് മുറ്റത്തൊക്കെ കുറച്ച് പുല്ലൊക്കെ പറിച്ച് കുറച്ച് ചെടികളൊക്കെ നട്ട് പൊന്നിനെ കൊണ്ടൊരു ചെടിയൊക്കെ നടിയിപ്പിച്ച് ഒരു വീഡിയോ എടുത്ത് വിടാൻ ടീച്ചർ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാമൊക്കെ സെറ്റ് ചെയ്യുകയായിരുന്നു. ഇവിടെ പിന്നെ നല്ലോണം പുല്ല് പിടിക്കും കേട്ടോ. മഴ പെയ്തു കഴിഞ്ഞാൽ നല്ലോണം പുല്ല് വരുന്ന സ്ഥലമായത് കൊണ്ടുണ്ടല്ലോ, നമ്മൾ അപ്പോഴപ്പോഴാ കൊത്തി കളഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ. എനിക്ക് പറ്റിയ ഒരു കുഞ്ഞു മമ്മട്ടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ കുനിഞ്ഞിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. ഇനി അതിനല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് വരും, കുനിഞ്ഞ് നിവർന്ന് ജോലി ചെയ്യണമെന്ന്. പക്ഷേ ചെയ്യാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പൊന്നുകുട്ടൻ എന്നെ സഹായിക്കാനായിട്ടുണ്ട്. അവള് പുല്ല് കൊണ്ട് അവിടെ എറിയും, എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അതുകൊണ്ട് ദൂരെ കളയും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പരിസ്ഥിതി ദിനമായിട്ട് നമ്മുടെ പൂന്തോട്ടത്തെ ഇത്തിരി ഒന്ന് ഭംഗിയാക്കാന്ന് വിചാരിച്ചു. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ കേട്ടോ. അപ്പൊ ചെടികളെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. ഒത്തിരി ചെടികളൊന്നും ഇല്ല. 2-3 ബോഗൺവില്ല വാങ്ങി വെക്കണമെന്ന് ഒത്തിരി ദിവസമായി വിചാരിക്കുന്നു. പക്ഷെ നടക്കുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ മഴ കഴിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പൊ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു മുരടിപ്പായിരിക്കും. അതുകൊണ്ട് കുറച്ചങ്ങ് കഴിയട്ടെ എന്ന് വിചാരിച്ചു, ഒരു മാസം കൂടി. അങ്ങനെ ഇതാ ഇവിടെയൊക്കെ ഞാൻ കുറച്ചൊക്കെ പുല്ലൊക്കെ ചെത്തി എല്ലാവർക്കും റെഡിയാക്കി കേട്ടോ. പൊന്നും 2-3 കൊത്തൊക്കെ കൊത്തി 2-3 പുല്ലൊക്കെ പറിച്ച് കളഞ്ഞു കേട്ടോ. അതാ എന്നിട്ട് വരുന്നുണ്ട് ആള്. വീടിന്റെ മുകളിൽ ആശാനെ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ ഒരു കാക്കക്കുട്ടൻ. പക്ഷികളും മൃഗങ്ങളും ചെടികളും എല്ലാം കൂടുമ്പോഴല്ലേ പ്രകൃതി കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ. അവരും വേണം. നമ്മുടെ പ്രകൃതിയെ ഇത്രയും വൃത്തികേടാക്കിയത് നമ്മൾ മനുഷ്യർ തന്നെയാണ് കേട്ടോ. ഈ സത്യം പറഞ്ഞ മൃഗങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മൾ തന്നെയാണ് അതിനെ വൃത്തികേടാക്കിയത്. കാടൊക്കെ കാണാൻ എന്ത് ഭംഗിയാ. എത്രയോ മൃഗങ്ങൾ വാഴുന്ന കാട്. അതാ എൻ്റെ പൊന്നുകുട്ടനെ കൊണ്ടൊരു തൈ ഞാൻ നടിപ്പിച്ചു. അതൊരു ചെത്തിയുടെ തൈയാണ് കേട്ടോ. അപ്പൊ അത് അവൾ നടുവാണ്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോളൂ. അല്ലെങ്കിലും പൊന്നുകുട്ടൻ വെള്ളമൊക്കെ ഒഴിക്കും. അവൾക്ക് ചെടികൾ വലിയ ഇഷ്ടമാണ്. കാട്ടിൽ പോവാ, വീട്ടിൽ പോവാ. ഉപ്പനെ കണ്ടാ പേടിക്കുവോ? പേടിച്ചേ. എന്റെ ചൊക്കൊരു കുട്ടിന് പേടിയുണ്ട് അമ്മച്ചി. സ്കൂള് തുറക്കാണ്. അപ്പോ സ്കൂള് തുറന്നു, അവർക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ അവർക്ക് ബുക്കുകളെല്ലാം നമ്മൾ കവർ ചെയ്യണമല്ലോ. അതിനെല്ലാം വൈകുന്നേരം ആയപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നു കേട്ടോ. അതൊരു ലൈവ് ഇട്ടിരുന്നു. എന്താന്ന് വെച്ചാൽ പൊന്നുകുട്ടൻ നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അവളല്ലെങ്കിൽ അത് വലിച്ചു പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കും. അതുകൊണ്ട് ഇത് ലൈവ് ആകുമ്പോ ഉണ്ടല്ലോ, അത് നോക്കിക്കൊണ്ട് അതിൽ അങ്ങനെ ഇരിക്കും. ഒന്നും ചെയ്യൂല. നല്ല കുട്ടിയായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് തരാനും മറക്കല്ലേ. എനിക്ക് ലൈക്ക് കിട്ടുന്നത് വളരെ കുറവാണ് കേട്ടോ. ലൈക്ക് വലിയൊരു സപ്പോർട്ടാണ് നമുക്ക്. അപ്പൊ ബൈ ബൈ.